നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റ് സ്പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റും അതുപോലെ സിലബസും ഔട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം വരുന്നത് ഒക്ടോബർ 14 ബുധനാഴ്ചയാണ്. അതുപോലെ SBCIDയുടെ മെയിൻസ് എക്സാം വരുന്നത് ഒക്ടോബർ 28 ബുധനാഴ്ചയാണ്. അപ്പോൾ രണ്ടും ബുധനാഴ്ചയാണ്. മിക്കവാറും രാവിലെ ആയിരിക്കും എക്സാം വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമുക്ക് ഏകദേശം 14 ദിവസമാണ് ഗ്യാപ്പ് കിട്ടുന്നത്. ഈ രണ്ട് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ആകെ കൺഫ്യൂഷൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇതിൻ്റെ ഓൾമോസ്റ്റ് കുറേ ജനറൽ സബ്ജക്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ് നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതെന്താണ് ഡീറ്റെയിൽഡ് സിലബസ് രണ്ടിനെയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു നോക്കാം. അപ്പോൾ നിങ്ങൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ഈ രണ്ടും കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിലും ഒരു ക്ലാരിറ്റി കിട്ടും അല്ലേ. അപ്പോൾ ഈ രണ്ട് പേപ്പറുടെയും പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. GKക്ക് 55 മാർക്കാണ്, കറണ്ട് അഫയേഴ്സിന് 15 മാർക്ക്, മാത്സും മെൻ്റൽ എബിലിറ്റി റീസണിങ്ങിനും ഒക്കെ കൂടെ 10 മാർക്ക്, ഇംഗ്ലീഷിന് 10, മലയാളത്തിന് 10. ഇതിൽ GKയിൽ നമുക്ക് ലൈഫ് സയൻസും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളുള്ള ഗവേണൻസിൻ്റെ ആ ഒരു പേപ്പറിലുമാണ് മാർക്കിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നതും സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ളതും. ബാക്കി ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, എക്കണോമി അതെല്ലാം ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ മലയാളം, ഇംഗ്ലീഷും മാത്സും സെയിം ആണ്. സയൻസിലാണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ സെയിം തന്നെയാണ് പഠിക്കാനുള്ളത്. പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിലേക്ക് വരുമ്പം അവിടെ കുറച്ച് എഡ്യൂക്കേഷൻ പോളിസീസും എഡ്യൂക്കേഷൻ റിഫോംസും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് GKയിൽ ഹിസ്റ്ററിക്ക് 5 മാർക്കാണ്. ഇതിൽ രണ്ടിലും പറയുന്നത് സെയിം തന്നെയാണ്. കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയും വരുന്നുണ്ട്. SBCIDക്കും ഉണ്ട്, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനും വരുന്നുണ്ട്. അപ്പോൾ അതിൽ കേരള ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. നമ്മൾ 10th പ്രിലിംസിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പം ഇത് ഈ ഒരു ഏരിയ ആയിട്ട് ടച്ച് ഉണ്ടാവും. അതൊന്നും ബ്രഷപ്പ് ചെയ്താൽ മതി, റിവൈസ് ചെയ്താൽ മതി. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി സെയിം തന്നെയാണ്. ഇനി നമ്മളിപ്പോൾ 10th പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുന്ന ആ ആളുകൾ വേൾഡ് ഹിസ്റ്ററി അധികം നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയാണ് നമുക്കിനി ഇതിൽ നോക്കാൻ വരുന്നത് ഡിഗ്രി മെയിൻസിലേക്ക്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി കുറച്ച് എഫേർട്ട് ഇട്ട് പഠിക്കണം. അതിൽ നമുക്ക് ഏതൊക്കെയാണ് വരുന്നത്, നമ്മൾ ഡിഗ്രി പ്രിലിംസിന് പഠിച്ച ഏരിയാസ് തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. ഓർമ്മയുണ്ടെങ്കിൽ അത് ബ്രഷപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് വരുന്നുണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വരുന്നുണ്ട്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, അതുപോലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ അത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വരുന്നുണ്ട്. ഇനി ജോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ ജോഗ്രഫിക്ക് 5 മാർക്കാണ്. അതിൽ ഈ പറഞ്ഞ പോലെ ബേസിക്സ് ഓഫ് ജോഗ്രഫി വരുന്നുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി വരുന്നുണ്ട്. അപ്പോൾ ബേസിക്സ് ഓഫ് ജോഗ്രഫിയിൽ എന്തൊക്കെയാണ് വരുന്നത്? എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ, മാപ്സിൽ തന്നെ ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ് വരുന്നുണ്ട്. പിന്നെ റിമോട്ട് സെൻസിങ്, ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഓഷ്യൻസ് ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെൻറ്റ്സ്, കോണ്ടിനെൻറ്റ്സ്, നേഷൻസ് ആൻഡ് ദെയർ സ്പെസിഫിക് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത് തന്നെ ഫിസിയോഗ്രഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്, പെനിൻസുലർ പ്ലാറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേസ് എക്സെട്ര. ഇനി കേരള വരുമ്പോൾ കേരള ജോഗ്രഫിയിൽ കേരള ഫിസിയോഗ്രഫി വരുന്നുണ്ട്, ഡിസ്ട്രിക്ട്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഇക്കണോമിക്സും ഈ പറഞ്ഞ പോലെ രണ്ട് പേപ്പറിലും 5 മാർക്കിനാണ് വരുന്നത്. സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ ഇക്കണോമിക്സും. ഇതിൽ ഇന്ത്യ ഇക്കണോമി, 5 ഇയർ പ്ലാൻസ്, ന്യൂ എക്കണോമിക് റിഫോംസ്, പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ്, അതുപോലെ ഗ്രീൻ റെവല്യൂഷൻ, മിനറൽസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ, GST ഇൻ ഇന്ത്യ, അതുപോലെ റേഷണാലയ ആൻഡ് സ്ട്രക്ചർ ഓഫ് GST, ബെനിഫിറ്റ്സ് ഓഫ് GST. അപ്പോൾ GST ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്, നല്ലപോലെ നോക്കണം കേട്ടോ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും 5 മാർക്കാണ് വരുന്നത്. രണ്ട് എക്സാമിൻ്റെ സിലബസിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ് വരുന്നത്.
അതിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വരുന്നുണ്ട്, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, റിട്സ്, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യൂററി, കോവാറുണ്ട്. അത് ആ റിട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. പിന്നെ DPSP വരുന്നുണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ്, യൂണിയൻ എക്സിക്യൂട്ടീവ്, പാർലമെന്റ്, ജുഡീഷ്യറി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ പ്രധാനപ്പെട്ട അമെൻമെന്റുകൾ പറയുന്നുണ്ട്. ഇത്രയും ഭേദഗതികൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 42, 44, 52, 73, 74, 86, 91, 97, 101, 102, 103, 104. അപ്പോൾ ഇത്രയും പ്രധാനമായിട്ടും പഠിച്ചിരിക്കണം എന്ന് അവർ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആൻഡ് ദയർ ഫംഗ്ഷൻസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, UPSC, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ PSC, പിന്നെ ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, GST കൗൺസിൽ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് പറയുന്നുണ്ട്, ട്രിബ്യൂണൽസ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, NCSC, NCST, NCBC. അപ്പോൾ ഇത് മൂന്നും പറയുന്നുണ്ട്. പിന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ്, റീജിയണൽ ലാംഗ്വേജസ് ഓഫ് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്സ് എക്സെട്ര, സ്പെഷ്യൽ ഡയറക്റ്റീവ്സ് റിലേറ്റിംഗ് ടു ലാംഗ്വേജസ്. ഇത്രയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. അത്യാവശ്യം നല്ല വാസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ടൈം എടുത്ത് പഠിക്കുക കേട്ടോ. ഇനി അത് കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് വ്യത്യാസം വരുന്നത്. SBCIDയിൽ അത് 10 മാർക്കിനാണ് വരുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് 5 മാർക്കേ ഉള്ളൂ. അപ്പം സെയിം ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ള, വെയിറ്റേജ് വ്യത്യാസമുണ്ട്. അപ്പോൾ SBCIDയിൽ 10 മാർക്കിനാണ് കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉണ്ട്, ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻസ്, ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പ്ലാനിംഗ് ബോർഡ്, കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് ആൻഡ് പോളിസീസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, employment and labor, national rural employment programs, land reforms, social welfare and security, protection of women, children and senior citizens, population, literacy, e-governance, delegated legislation and its controls, legislative and judicial controls, constitutional law remedies against administrative arbitrariness, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എഡ്യൂക്കേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്, പക്ഷെ 5 മാർക്കേ ഉള്ളൂ. ഇനി ലൈഫ് സയൻസിലേക്ക് വരുമ്പം ലൈഫ് സയൻസിന് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ 3 മാർക്കാണ്, ഇവിടെ 6 മാർക്കാണ്. അപ്പം അതിനനുസരിച്ച് കുറച്ച് ടോപ്പിക്സ് എക്സ്ട്രാ ഉണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ലൈഫ് സയൻസിൽ നമുക്ക് നോക്കാനുള്ളത് ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് ദയർ ഡെഫിഷ്യൻസി ഡിസീസസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് കോസീറ്റീവ് ഓർഗാനിസംസ്, പ്രിവെൻറ്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ നോക്കാനുണ്ട്, പിന്നെ ബേസിക് ഹെൽത്ത് ഫാക്ട്സ് നോക്കാനുണ്ട്, എൻവയോൺമെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് നോക്കാനുണ്ട്. അങ്ങനെ ഒരു 3 ടോപ്പിക്കും കൂടെ ഇവിടെ കൂടുതൽ വരുന്നുണ്ട്. അതിനനുസരിച്ച് മാർക്കും കൂടുതൽ വരുന്നുണ്ട്. ഇനി നമ്മൾ ഫിസിക്സിലേക്ക് വരുമ്പോഴും സെയിം തന്നെയാണ്, 3 മാർക്കാണ് വരുന്നത്. 8 ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, അതിൽ ബേസിക്സ് ആയിട്ട് എന്തൊക്കെയാണ് മാറ്റർ, യൂണിറ്റ്സ്, മെഷർമെൻറ്റ്സ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് മോഷൻ, ലൈറ്റ്, പിന്നെ സൗണ്ട്, ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ്, വർക്ക്, ഈ ടോപ്പിക്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ 8 ടോപ്പിക്സ് തന്നെയാണ് സെയിം പറയുന്നത്. ഇനി കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴും 3 മാർക്കാണ് കെമിസ്ട്രിക്ക്. അവിടെ 3 ടോപ്പിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ആറ്റം, എലമെൻറ്റ്സ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് പറഞ്ഞു പോകുന്നുണ്ട്. ഇനി ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിലേക്ക് വരുമ്പം അതിനെല്ലാത്തിനും കൂടെ 5 മാർക്കാണ്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറിന് 5 മാർക്കാണ്. രണ്ടെണ്ണത്തിലും സെയിം തന്നെയാണ്. ആർട്സിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോംസ് ഓഫ് കേരള, ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പേഴ്സണാലിറ്റീസ്, ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ്, റിലേറ്റഡ് ടു ഒറിജിൻ, ഡെവലപ്മെൻറ്റ്, എക്സ്റ്റൻഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് ദീസ് ആർട്ട് ഫോംസ് പറയുന്നുണ്ട്. ഇനി സ്പോർട്സ് നോക്കുമ്പം അതും സെയിം തന്നെയാണ്. ഇവിടെ 9 ടോപ്പിക്, ഇവിടെ 10 ടോപ്പിക് കണ്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട. അത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഏതാണ് ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഓഫ് കേരള, ഇന്ത്യ ആൻഡ് വേൾഡ്, പിന്നെ അവരുടെ സ്പോർട്സ് ഇവൻറ്റ്സ്, അച്ചീവ്മെൻറ്റ്സ്, അവാർഡ്സ്, പിന്നെ ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ്, കറസ്പോണ്ടിങ് ഫീൽഡ്സ്, ഫേമസ് ട്രോഫീസ് ചോദിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് ഐറ്റംസ്, പിന്നെ ഇമ്പോർട്ടൻറ്റ് ടേംസ് അസോസിയേറ്റഡ് വിത്ത് വേരിയസ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് ചോദിച്ചിട്ടുണ്ട്, ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, നാഷണൽ ഗെയിംസ്, പിന്നെ ഗെയിംസ്, ഈവൻറ്റ്സ്, പ്ലെയേഴ്സ്, അച്ചീവ്മെൻറ്റ്സ്, നാഷണൽ സ്പോർട്സ് ഗെയിംസ്, പിന്നെ ഇവൻറ്റ്സ് ഓഫ് വേരിയസ് കൺട്രീസ്. ഇത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 എക്സാമിനും അത് സെയിം തന്നെയാണ്. ഇനി ലിറ്ററേച്ചറിലേക്ക് വരുമ്പോഴും സെയിം തന്നെയാണ് വരുന്നത്. ലിറ്ററേച്ചറിൽ എന്താണ് മലയാളം ഇമ്പോർട്ടൻറ്റ് ലിറ്റററി മൂവ്മെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട്, ഐക്കൺസ് ആൻഡ് ദയർ ഫസ്റ്റ് വർക്ക്സ് ചോദിച്ചിട്ടുണ്ട്, മെയിൻ വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ഈച്ച് മൂവ്മെൻറ്റ് ആൻഡ് ദയർ ഓഥേഴ്സ് ചോദിച്ചിട്ടുണ്ട്, റൈറ്റേഴ്സ്, പെൻ നെയിം ആൻഡ് നിക് നെയിം ചോദിച്ചിട്ടുണ്ട്, ഫേമസ് വർക്ക്സ് ആൻഡ് ക്യാരക്ടേഴ്സ്, ഫേമസ് കോട്ട്സ്, ബുക്സ് ആൻഡ് ഓഥേഴ്സ്, ബിഗിനിങ് ഓഫ് ജേർണലിസം ഇൻ കേരള, പൈനിയേഴ്സ്, ജേർണൽസ് ആൻഡ് പബ്ലിക്കേഷൻസ്,
ഫേമസ് അവാർഡ്സ് ഓർ ഓണേഴ്സ്, റൈറ്റേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ്, മലയാളം റൈറ്റേഴ്സ് ഹു വോൺ ദ ജ്ഞാനപീഠ് അവാർഡ് ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാട്ടോ, മിക്കവാറും എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി മലയാളം സിനിമ ഒറിജിൻ, ഡെവലപ്മെന്റ്, മൈൽ സ്റ്റോൺസ്, പൈനിയേഴ്സ്, നാഷണൽ അവാർഡ്സ്. ഇത്രയാണ് ലിറ്ററേച്ചറിൽ വരുന്നത്. ഇനി കൾച്ചറിലേക്ക് വരുമ്പോൾ കൾച്ചറിലും ഈ രണ്ട് ടോപ്പിക്കാണ്. കേരള, ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻസ്, പ്ലേസസ് അസോസിയേറ്റഡ് വിത്ത് സച്ച് സെലിബ്രേഷൻസ്, ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ്, പിന്നെ കൾച്ചറൽ സെൻറ്റേഴ്സ്, വർഷിപ്പ് പ്ലേസസ്, കൾച്ചറൽ ലീഡേഴ്സ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ്. ഇത്രയാണ് കൾച്ചറിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. അതിലും 3 മാർക്ക്, 2 പേപ്പറിലും സെയിം തന്നെയാണ്. 5 ടോപ്പിക്സ് ആണ് കവർ ചെയ്ത് പോകുന്നത്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ്, സൈബർ റോങ്സ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, സെയിം കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി ഇമ്പോർട്ടൻ്റ് ആക്ട്സ് വരുമ്പം അത് രണ്ടിലും നല്ല വ്യത്യാസമുണ്ട്. ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ഇവിടെ വരുന്നത് 5 മാർക്കിനാണ് SBCID എക്സാമിന് വരുന്നത്, പക്ഷെ അവിടെ കുറേ പഠിക്കാനുണ്ട്. ഇവിടെ ആണെങ്കിൽ 13 മാർക്കിനാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് വരുന്നത്, പക്ഷെ വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. 2 യൂണിറ്റാണ് അവിടെ നോക്കാനുള്ളതുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് SBCIDയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. SBCIDയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വരുന്നുണ്ട്, പിന്നെ റൈറ്റ് ടു പബ്ലിക് സർവീസസ്, അതിൽ കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് 2012 പറയുന്നുണ്ട്, പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പറയുന്നുണ്ട്. പിന്നെ വൾണറബിൾ സെക്ഷൻസിൻ്റെ കാര്യം പറയുമ്പം അവിടെ സിവിൽ റൈറ്റ്സ് ആക്ട് വരുന്നുണ്ട്, SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് വരുന്നുണ്ട്, പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ്സ് ആക്ട് വരുന്നുണ്ട്, SC/ST കമ്മീഷൻ്റെ കാര്യം പറയുന്നുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് വരുന്നുണ്ട്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ കാര്യം പറയുന്നുണ്ട്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ കാര്യം പറയുന്നുണ്ട്, പിന്നെ സീനിയർ സിറ്റിസൺസ് ആക്ട് വരുന്നുണ്ട്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് വരുന്നുണ്ട്, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൻ, അതിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസസ്, ഡവറി പ്രൊഹിബിഷൻ, പിന്നെ വുമൻസ് കമ്മീഷൻ, പിന്നെ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ്, ആ ഒരു ആക്ട് 2013 ആക്ട്, അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ പോക്സോ, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രൻ, ഒഫൻസസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ പറയുന്നുണ്ട്. അതുപോലെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആൻഡ് മാൽ അഡ്മിനിസ്ട്രേഷൻ, അവിടെ നമുക്ക് ലോകായുക്ത, അതുപോലെ ലോക്പാൽ, വിജിലൻസ് കമ്മീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പറയുന്നുണ്ട്. പിന്നെ പബ്ലിക് സർവൻറ്റിൽ ഡെഫിനിഷൻ അണ്ടർ IPC, എന്താണ് പബ്ലിക് സർവൻറ്റ്, ആരാണ് പബ്ലിക് സർവൻറ്റ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒഫൻസസ് ബൈ ഓർ എഗെയിൻസ്റ്റ് പബ്ലിക് സർവൻറ്റ്സ് അണ്ടർ IPC പറയുന്നുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആക്ട് പറയുന്നുണ്ട് 1985. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അവരുടെ കമ്പോസിഷനും പവേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടിയിട്ട് 5 മാർക്കാണ്, പക്ഷെ കുറേ പഠിക്കാനുണ്ട്. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആക്ട്സിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 2 യൂണിറ്റ് ആണ് നോക്കാനുള്ളത്. അതിൽ തന്നെ 13 മാർക്ക്, പറഞ്ഞ പോലെ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ല വെയിറ്റേജ് ഉള്ള, എന്നാൽ വളരെ കുറച്ച് പഠിക്കാനുള്ളൂ. ഈ സ്പെഷ്യൽ ടോപ്പിക്സ് നന്നായി നോക്കിയാൽ 13 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ അതിൽ പറയുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആൻഡ് ആക്ട്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ അതിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറയുന്നുണ്ട്, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറയുന്നുണ്ട്, അതിനുശേഷം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ 1953 പറയുന്നുണ്ട്, അതിൻ്റെ UGC ആക്ടിൻ്റെ കാര്യം, പിന്നെ അതിനുശേഷം കോത്താരി കമ്മീഷൻ അവരുടെ റെക്കമെൻഡേഷൻസ്, നാഷണൽ നോളജ് കമ്മീഷൻ 2005, 6, 2009 അവരുടെ റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട്. ഇനി നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷനിൽ മേജറായിട്ടും 1968 നാഷണൽ പോളിസി, അതുപോലെ 1986 നാഷണൽ പോളിസി, 2020 NEP. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ റിവൈസ്ഡ് പോളിസീൻ്റെ കാര്യവും യാഷ്പാൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇതിന് 13 മാർക്ക് ഉണ്ട്. നമുക്ക് മാക്സിമം ഈ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിച്ചാൽ ഇത്രയും വെയിറ്റേജും ഉണ്ട്, മാക്സിമം സ്കോർ ചെയ്യാനും ശ്രമിക്കാം. ഇനി കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ 15 മാർക്കാണ്. SBCIDയിലും സെയിം തന്നെയാണ് കറണ്ട് അഫയേഴ്സിന്. അവർ പെർട്ടിക്കുലർലി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ജനറൽ ആണ്, എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. 15 മാർക്കാണ്. മാത്സിലേക്ക് വരുമ്പം സിമ്പിൾ അരിത്തമെറ്റിക്കിന് 5ഉം മെൻ്റൽ എബിലിറ്റിക്ക് 5ഉം ആണ്. സെയിം ടോപ്പിക്സ് തന്നെയാണ്. നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് എക്സ്പോണൻസ്, മെൻഷുറേഷൻ, പ്രോഗ്രസ്. ഇനി മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിലേക്ക് വരുമ്പോൾ സീരീസ്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, വെരിഫൈയിങ് പൊസിഷൻ, അനലോജി, വേർഡ് അനലോജി, ആൽഫബറ്റ് അനലോജി, നമ്പർ അനലോജി പറയുന്നുണ്ട്, ഓഡ് മാൻ ഔട്ട്, ന്യൂമറിക്കൽ എബിലിറ്റി, കോഡിംഗ്, ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻ, ടൈം ആൻഡ് ആംഗിൾസ്, ടൈം ആൻഡ് ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലറിക്കൽ എബിലിറ്റി. സെയിം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി ജനറൽ ഇംഗ്ലീഷിലോട്ട് വരുമ്പോഴും വെയിറ്റേജ് സെയിം തന്നെയാണ്. 10 മാർക്കാണ്. ഗ്രാമറിന് 5ഉം വൊക്കാബുലറിക്ക് 5ഉം സെയിം തന്നെയാണ് വരുന്നത്. 2 ടോപ്പിക്ക് എക്സ്ട്രാ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ ഉണ്ടെന്നുള്ളൂ, ചെറിയ വ്യത്യാസമാണ്. പക്ഷെ എന്നാലും ആ 2 ടോപ്പിക്ക് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഗ്രാമറിൽ SBCIDക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് വരുന്നുണ്ട്, ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ് വരുന്നുണ്ട്, പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്ട് വെർബ് അഗ്രിമെൻറ്റ് വരുന്നുണ്ട്, ആർട്ടിക്കിൾസ് വരുന്നുണ്ട്, പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റീവ് ആൻഡ് ഗെറുണ്ട് വരുന്നുണ്ട്, ടെൻസസ് ആൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ്, പ്രിപ്പോസിഷൻ, യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെൻറ്റൻസസ് വരുന്നുണ്ട്.
യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ ഇതെല്ലാം കൂടാതെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇവിടെ ഇല്ല, SBCIDക്ക് ഇല്ല. അതാണ് നമ്മളിവിടെ എക്സ്ട്രാ പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി വൊക്കാബുലറിയിലേക്ക് വരുമ്പം ഇവിടെ സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആന്റോണിംസ്, ഫ്രേസൽ വേർബ്സ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് മീനിങ്സ് വരുന്നുണ്ട്. സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. പ്ലസ് എന്തുണ്ട്, എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രീവേഷൻസ്. അബ്രീവേഷൻസ് SBCIDക്ക് ഇല്ല, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനാണ് ഉള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണും അബ്രീവേഷൻസും നമ്മൾ പഠിക്കണം. അത് അഡീഷണലി ഇതിന് മാത്രമാണ് ഉള്ളത്. SBCIDക്ക് ആ ടോപ്പിക്സ് ഇല്ല. ഇനി റീജിയണൽ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ നമുക്ക് മലയാളം എല്ലാം സെയിം തന്നെയാണ്. 13 ടോപ്പിക്സ് ആണ് വരുന്നത്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതുക, പിന്നെ ഘടകപദം, വാക്യം ചേർത്തെഴുതുക. ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത്, മാർക്കിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും ടോട്ടൽ സിലബസും ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 എക്സാമും നമുക്ക് ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 എക്സാമിനും കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഏതാണ് കോമൺ ടോപ്പിക്ക്, ഏതാണ് സ്പെഷ്യൽ ടോപ്പിക്സ്, സ്പെഷ്യലായിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഷെഡ്യൂൾസ് ഒക്കെ സെറ്റ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും PDF നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേണ്ടവർ അത് കയറി ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ. പിന്നെ ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയേക്കുക. അതുപോലെ നിങ്ങൾക്ക് വേറെ ക്വയറീസോ കമൻറ്റ്സോ ഫീഡ്ബാക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.